ഇനി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഉമ്മാക്ക് നൽകേണ്ടുന്ന എല്ലാ അവകാശങ്ങളും ഉമ്മാക്ക് വകവെച്ചു കൊടുക്കണം. ഉമ്മയെ നന്നായി നോക്കണം. രണ്ടാമത്തത്, അവരോട് ഇഹ്സാന് ചെയ്യണം. ഏറ്റവും മാന്യമായി അവരോട് പെരുമാറണം. എന്തൊക്കെ നന്മകൾ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ നന്മകളൊക്കെ ഉമ്മമാർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഛേ എന്ന ഒരു വാക്ക് പോലും അവരോട് പറയരുത്. മോശമായ ഒരു വാക്ക് പോലും, അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമീപനം പോലും നിങ്ങളുടെ നാവ് കൊണ്ടോ മുഖം കൊണ്ട് കാണിക്കുന്ന ആംഗ്യം കൊണ്ടോ ഉണ്ടാകുവാൻ പാടില്ല. അത്രമാത്രം നിങ്ങൾ അവരോട് നല്ല നിലക്ക് പെരുമാറണം. വിനയവും താഴ്മയും ബഹുമാനവും ആദരവും അവർക്ക് നൽകണം. അതിനു പുറമെ അവർക്ക് വേണ്ടി സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയും വേണം. ഈ നിലക്കൊക്കെയാണ് ഉമ്മമാർക്ക് ഖൈറുകൾ ചെയ്യേണ്ടത്, പുണ്യം ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നിന്നെ ഗർഭം ധരിച്ചു എന്നറിഞ്ഞത് മുതൽ ഉമ്മാക്ക് സന്തോഷമാണ്. വയറ്റിലൊരു കുട്ടിയുണ്ട് എന്നറിയുമ്പോഴേക്ക് ഉമ്മാക്ക് സന്തോഷമാണ്. പിന്നെ അങ്ങോട്ട് ആ കുട്ടി വളരുന്നതിനനുസരിച്ച് പ്രയാസങ്ങളുണ്ട്. എങ്കിലും ആ കുഞ്ഞിന് ലഭിക്കുമല്ലോ എന്ന സന്തോഷം കൊണ്ട് ഈ പ്രയാസങ്ങളൊക്കെ മറക്കുകയാണ്. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ വല്ലാത്ത വേദനയാണ്. എങ്കിലും നിന്റെ മുഖം ആദ്യം കാണുമ്പോഴേക്ക് ആ വേദന ഉമ്മ മറന്നു പോവുകയാണ്. പിന്നീട് 2 മാസം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നിന്നെ മുലയൂട്ടുകയാണ്. ആ ഉമ്മയുടെ മടിത്തട്ട് നിനക്ക് വിരിപ്പായിരുന്നു. അവരുടെ മാറിടം നിനക്കുള്ള ഭക്ഷണമായിരുന്നു. നീ ഉറങ്ങാതെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. എത്രയോ സന്തോഷങ്ങൾ, എത്രയോ ആഹ്ലാദങ്ങൾ നിനക്ക് വേണ്ടി ഉമ്മ ഒഴിവാക്കിയിട്ടുണ്ട്. നിന്റെ മാലിന്യങ്ങളെ യാതൊരു അറപ്പുമില്ലാതെ ഉമ്മ നീക്കം ചെയ്തിട്ടുണ്ട്. നിന്റെ ഓരോ മാനസികവും ശാരീരികവുമായ വളർച്ച അത് ഉമ്മ ശ്രദ്ധിക്കുകയും അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ സമ്പത്ത് മുഴുവൻ ഉമ്മാക്ക് വേണ്ടി ചെലവഴിച്ചാലും അത് ഉമ്മ ചെയ്ത ത്യാഗത്തിന് പകരമാവുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Download ShareChat.